ഹായ് അസ്സലാമു അലൈക്കും. വെൽക്കം ടു അവർ ചാനൽ സ്നാക്ക് ടൈം കേരള. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു 4 മണി പലഹാരമാണ്. പഴം പൂവടയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 1 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. മൈദ വെച്ചിട്ടാണ് പൂവട തയ്യാറാക്കാൻ പോകുന്നത്. അരിപ്പൊടി വെച്ചിട്ടും ചെയ്യാവുന്നതാണ്. അപ്പോൾ മൈദ വെച്ചിട്ടാണ് ഞാനിന്ന് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് തേങ്ങയാണ്. തേങ്ങ നന്നായി ചിരവി എടുത്തിട്ടുണ്ട്. ഒരു തേങ്ങയുടെ പകുതി മതി. പിന്നെ ഇതിലേക്ക് വേണ്ടത് പഴമാണ്, നേന്ത്രപ്പഴം. അത് 4 നേന്ത്രപ്പഴം ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് കുറച്ച് കശുവണ്ടിയും കിസ്മിസും വേണം. പിന്നെ ഇതിലേക്ക് പഞ്ചസാര. അതുപോലെ തന്നെ ഞാൻ ഇവിടെ പൂവടയുടെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു അച്ചെടുത്തിട്ടുണ്ട്. ഇത് എളുപ്പം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിത് യൂസ് ചെയ്യണത്. അപ്പോൾ നമുക്കിനി ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് പൂവടയുടെ മാവ് റെഡിയാക്കി എടുക്കാം. അതിന് ഞാൻ മൈദയിൽ കുറച്ച് ഇളം ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കണം. അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ നമ്മൾ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിങ്സ് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഞാൻ നെയ്യ് വെച്ചിട്ടാണ് ഇത് ഫില്ലിങ്സ് റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ ഓയിലിനേക്കാളും ഒന്നുകൂടെ ബെറ്റർ നെയ്യാണ്. അതാണ് ഞാൻ ഈ നെയ്യ് യൂസ് ചെയ്യണത്. ഇനി നമുക്കിതിലേക്ക് കശുവണ്ടിയും കിസ്മിസും ഇട്ട് കൊടുത്തിട്ടൊന്ന് വറുത്തെടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം വറുത്തെടുക്കാൻ. ഹൈ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അത് സൂക്ഷിക്കണം. അപ്പോൾ ഇത് ചെറിയ കളറ് ചേഞ്ചായി വന്നാൽ മതി. വല്ലാണ്ടൊന്നും വറുക്കണ്ട. ചെറുതായിട്ടൊന്ന് വറുത്തെടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് പഴം കൂടിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ വളരെ കുറച്ചോളൂ ഫില്ലിങ്സ് റെഡിയാക്കുന്നത്. കാരണം 1 കപ്പ് മൈദയിലേക്ക് നമുക്കധികം ഫില്ലിങ്സ് വേണമെന്നില്ല. 6 പൂവടയുള്ളൂ നമുക്കിത് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഫില്ലിങ്സ് മാത്രമേ ഉള്ളൂ തയ്യാറാക്കുന്നത്. ഇനി ഇതിന് ശേഷം നമുക്കിതിലേക്ക് തേങ്ങയും കൂടിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ പഴം വാടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് രണ്ടും കൂടി ഒന്നും കൂടിയും വറുത്തെടുക്കാം. അപ്പോൾ തേങ്ങയുടെ കളർ ചേഞ്ച് വരുന്ന വരെ വറുത്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര നിങ്ങൾക്ക് പഴം എത്രയാണോ മധുരമുള്ളത് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. നല്ല പഴുത്ത പഴമൊക്കെ ആണെങ്കിൽ വളരെ കുറച്ച് മതി പഞ്ചസാര. അപ്പോൾ നമ്മുടെ ഫില്ലിങ്സ് ഇവിടെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. പഴവും തേങ്ങയൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഫില്ലിങ്സ് റെഡിയാണ്. ഇനി നമുക്ക് പൂവട ബാക്കിയുള്ളതും കൂടി ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ മാവ് 6 ബോളാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഓരോ ബോളും നമ്മൾ പത്തിരി പ്രസ്സിൽ വെച്ചിട്ട് പരത്തിയെടുക്കുകയാണ്. എന്നിട്ട് അതിലേക്ക് ഫില്ലിങ്സ് നിറച്ച് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ മാവ് പരന്ന് വന്നിട്ടുണ്ട്. ഇതുപോലെ എല്ലാതും പരത്തിയെടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ ഫില്ലിങ്സ് നിറച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ അച്ചിലിൻ്റെ നടുഭാഗത്തായിട്ട്, അതായത് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ അച്ചിനെ കവർ ചെയ്തിട്ട് വേണം വെക്കാൻ. എന്നിട്ട് നടുഭാഗത്തായിട്ടാണ് ഫില്ലിങ്സ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആവശ്യത്തിന് മാത്രം ഫില്ലിങ്സ് ഇട്ട് കൊടുത്താൽ മതി. അധികമായി കഴിഞ്ഞാൽ പുറത്തേക്ക് ചാടും. അപ്പോൾ അത് സൂക്ഷിക്കുക. ആവശ്യത്തിന് ഫില്ലിങ്സ് നിറച്ച് കൊടുത്ത് നടുഭാഗത്തായിട്ട് തന്നെ നിറച്ച് കൊടുക്കണം. സൈഡിലേക്കൊന്നും പോകാൻ പാടില്ല. അതിന് ശേഷം അത് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ കറക്റ്റ് ഷേപ്പ് കിട്ടുന്നതാണ്.
ഇതാ ഇതുപോലെ ഷേപ്പ് കിട്ടും. അപ്പോൾ നമ്മൾ ലാസ്റ്റ് അതിൻ്റെ ഒരു ബോർഡർ നമുക്ക് വേണമെങ്കിൽ ഒരു കൂർത്ത ഷേപ്പാക്കിയിട്ട് മാറ്റാം. ഇത് ഞാനിങ്ങനെ എല്ലാതും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ഫില്ലിങ്സ് റെഡിയാക്കിയ പാനിൽ തന്നെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇനി ഇത് സൺഫ്ലവർ ഓയിലാണ് പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ ആവശ്യത്തിന് ഇത് മുങ്ങിക്കിടക്കാനുള്ള ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിത് പൊരിച്ചെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ പൊരിച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് ടച്ച് ചെയ്യാതെ വിട്ടിട്ട് വേണം പൊരിച്ചെടുക്കാൻ. മൈദ ആയതുകൊണ്ട് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒട്ടിപ്പിടിക്കും. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ പൂവടയുടെ ഒരു സൈഡ് ഇതുപോലെ ബ്രൗൺ ഗോൾഡൻ കളർ വന്നിട്ടുണ്ട്. ഇതുപോലെ മറ്റേ സൈഡും പൊരിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ പൂവട റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റിയാണ്. എന്തായാലും കഴിച്ചു നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.